നാടുകാണി ചുരത്തിൽ നടന്ന മെഗാ ക്ലിനിക്കിനെ കുറിച്ച് നമ്മോടൊപ്പം ഇന്നിപ്പോ കൂടുകയാണ് വഴിക്കട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റംലത്ത് നെയ്തക്കോടൊപ്പം. എന്താണ് ഇന്ന് നടത്തിയ ഈ ചുരം ക്ലീനിങ്ങിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാസ് ക്ലീനിങ് നമുക്ക് കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വോളണ്ടിയർമാർ അണിനിരന്നു എന്നാണ് വലിയൊരു അത്ഭുതം. 1000-ലധികം ആളുകൾ ഇവിടെ നിന്ന് കടന്നു വരികയും പോയിന്റുകളായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർ നിരതരാവുകയും കണ്ടമാനം വേസ്റ്റ് ഈ ഒരു നല്ല പ്രകൃതി രമണീയമായ ഈ ഒരു പ്രദേശത്ത് ഇത്രയധികം പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് മനുഷ്യരുടെ മനസ്സിനെയാണ് നമുക്ക് പറയാൻ പറ്റാത്തത്. ആളുകൾ ഈ ഒരു ചാലിയാർ പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന ഈ ഒരു കുടിനീര് വരുന്നത് ഈ ഒരു മലയിൽ നിന്നാണ്. ആ ഒരു വെള്ളം മലിനമാക്കിക്കൊണ്ട് ഈ പരിസരം മലിനമാക്കിക്കൊണ്ട് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ ജീവിതം നിലനിർത്താനുള്ള ആ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഇനി ഒരാളിവിടെ പ്ലാസ്റ്റിക് നിക്ഷേപിക്കുകയോ അങ്ങനെ ചെയ്താൽ അവർക്കുള്ള ഫൈനോട് കൂടിയ ഒരു ശിക്ഷയാണ് അവർക്ക് നൽകാൻ പോകുന്നത്. പഞ്ചായത്തിൻ്റെയും PWDയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് വകുപ്പിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ മദ്യക്കുപ്പികൾ ലോഡ് കണക്കിന് മദ്യക്കുപ്പികളാണ് ഇന്ന് ഇവിടെ നിന്ന് കരക്കയറ്റിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ എല്ലാവരും നമ്മൾ പ്രദർശിപ്പിക്കുന്നതാണ്. വരും കാല സഞ്ചാരികളോട് ഒരു മുൻകരുതൽ എന്ന നിലക്ക് ഈ സഞ്ചാരികളോട് എന്താണ് പറയാനുള്ളത്? സഞ്ചാരികൾ വരുമ്പോൾ അവരുടെ വേസ്റ്റൊക്കെ അവരുടെ നാട്ടിൽ തന്നെ നിക്ഷേപിക്കുക. വഴിക്കട് പഞ്ചായത്തിലുള്ള ആളുകളെല്ലാം ഇവിടെ വേസ്റ്റ് നിക്ഷേപിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ഊട്ടിയിലേക്കും മൈസൂരിലേക്കും ഈ ചുരം കാണാൻ വരുന്ന ആളുകൾ അവർ കൊണ്ടുവരുന്ന മാലിന്യങ്ങളാണ് ഇവിടെ പമ്പേഴ്സ് അതുപോലെയുള്ള സാധനങ്ങൾ. കുട്ടികളുടെ ഈ പമ്പേഴ്സൊക്കെ കൊണ്ടുവന്ന് ഈ യാത്രക്കാർ ഈ ഒരു ഫോറസ്റ്റിലെയാണ് നോക്കുന്നത്. അത് അവരവിടെ നിക്ഷേപിച്ച് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല ഭീമമായൊരു തുക അവർ ഫൈനായിട്ട് അവർ ഈടാക്കും. കഴിഞ്ഞ കാല ഭരണസമിതിയിൽ ഇവിടെ താഴെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഭരണസമിതി വന്നതോടുകൂടി ആ ചെക്ക് പോസ്റ്റ് ഇല്ല. അപ്പോൾ ഈ ഭരണസമിതി വന്നതോടുകൂടിയല്ല, നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ചെക്ക് പോസ്റ്റ് തന്നിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് പ്രവർത്തകർക്ക് ആവശ്യമായ ഒരു സ്റ്റൈപ്പൻഡ് കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ അതിന് ആവശ്യമായ നടപടികൾ നമ്മുടെ ജില്ലാ പഞ്ചായത്തിനോടും ബ്ലോക്ക് പഞ്ചായത്തിനോടും പഞ്ചായത്തും ഒക്കെ കൂടി ആലോചിച്ചിട്ട് ഇത് നമ്മുടെ ജില്ലാ കലക്ടറോടൊക്കെ ചോദിച്ചിട്ട് നമ്മളിവിടെ വീണ്ടും അത് പുനഃസ്ഥാപിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. സേവ് വഴിക്കട് വന്ന ഈ പരിപാടിയിൽ വഴിക്കട് പഞ്ചായത്തിനോടൊപ്പം ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി വരും ദിവസങ്ങൾ നമുക്ക് നല്ല കർമ്മ പദ്ധതിയുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകും. അതിൻ്റെ പ്രവർത്തനത്തിൽ എല്ലാ ആളുകളുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുക. ഇത്രയും നേരം നമ്മോട് ഒപ്പം കൂടിയത് വഴിക്കട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റംലത്ത് നെയ്തക്കോടാണ്. താങ്ക് യു.